ഹായ് മക്കളെ, യെസ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ്, നമ്മൾ ജോഗ്രഫി എന്ന് പറയും അല്ലേ, ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സിലെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ്സുകാരുടെ, അതായത് കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ 10ാം ക്ലാസ്സുകാർ ശരിക്കും ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പല പല ചാപ്റ്ററുകളായിട്ട് നല്ല ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സുകളാണ് ശരിക്കും ജോഗ്രഫി പാർട്ടിൽ തന്നിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻറ്റും ആണ്, അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് പഠിക്കാനുമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ടീച്ചറിൻ്റെ പേര് രശ്മി വിഷ്ണു എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വേഗം തന്നെ എന്ത് ചെയ്യാൻ പോവാണ്, 1ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവാണ്. യെസ്, ചാപ്റ്റർ ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ നെറുകയിൽ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ നെറുകയിൽ എത്തണമെങ്കിൽ എന്തായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൗണ്ടെയ്ൻസിനെ കുറിച്ചിട്ടായിരിക്കും അല്ലേ. ഒരുപാട് പർവ്വതക്കെട്ടുകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം, ആ ഭാഗത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്കറിയണം, നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അനുസരിച്ചിട്ട് നമ്മുടെ ഇന്ത്യയെ എത്രയായിട്ട് തരംതിരിക്കുന്നുണ്ട്, ഏതൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിവിഷൻസ് ഒന്ന് നോക്കിയേ. ദ നോർത്തേൺ മൗണ്ടെയിൻ റീജൻ, യെസ്, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉത്തര പർവ്വത മേഖല. രണ്ടാമത്തെ നോക്കിയേ, ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലേ, മഹാസമതലം, അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ നോക്കാം, ദ പെനിൻസുലാർ പ്ലേറ്റ്യൂസ്, ഉപദ്വീപീയ പീഠഭൂമി. ദ ഇന്ത്യൻ ഡെസേർട്ട്, നമ്മുടെ മരുഭൂമി, ഇന്ത്യയിലെ മരുഭൂമി അല്ലെ, താർ മരുഭൂമിയുടെ ഫീച്ചേഴ്സ് ഒക്കെയാണ് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അവസാനമായിട്ട് പഠിക്കാനുള്ളത് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്, തീരപ്രദേശവും ദ്വീപുകളും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരം തിരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നതും ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ, ഇതിൽ 1ാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ദ നോർത്തേൺ മൗണ്ടെയിൻ റീജൻ, ഉത്തര പർവ്വത മേഖലയാണെന്ന് നമുക്ക് പറയാം. അപ്പം നമുക്ക് നോക്കാം. യെസ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്, ഉത്തര പർവ്വത മേഖലയെ എത്രയായിട്ട് തരംതിരിക്കുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ, എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, ഉത്തര പർവ്വത മേഖലയുടെ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾക്കിങ്ങനെ തട്ടായിട്ട് തന്നെ പഠിച്ചു പോവാം. ഏറ്റവും ടോപ്പ്, ഏറ്റവും മുകളിലായിട്ട്, ഇന്ത്യയുടെ നമുക്കറിയാം അല്ലേ, ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് ട്രാൻസ് ഹിമാലയ. ഇന്ത്യനേക്കാളും കൂടുതൽ അല്ലേ നമുക്കറിയാം അതെവിടെയായിട്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അല്ലെ പിക്ചർ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി പോവാം. അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് അല്ലേ ഹിമാലയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ കിടക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയ. അപ്പം അതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ആദ്യം ഉത്തര പർവ്വത മേഖലയുടെ ആദ്യ ചവിട്ടുപടിയായി അല്ലെങ്കിൽ ആദ്യത്തെ സ്ഥാനം അല്ലെ വഹിക്കുന്ന ട്രാൻസ് ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. The northernmost division of the Trans-Himalaya is also known as the Tibetan Himalayas, having an average elevation of എത്രയാണ് 3000 meters. Then Trans-Himalaya has an approximate width of 40 kilometer and a length of 965 kilometer. The Karakoram ranges connect Himalayas with the Pamir Knot. ഏറ്റവും വലിയ പ്രത്യേകതകളാണ് ട്രാൻസ് ഹിമാലയത്തിൽ. ഈ ട്രാൻസ് ഹിമാലയത്തിനെ നമ്മൾ ടിബറ്റൻ ഹിമാലയം എന്നും പറയും. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും അല്ലെ വടക്കു കാണപ്പെടുന്ന ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടാറുണ്ട്. ഏകദേശം ഒരു 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ
ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമാണെന്നാണ് പറയുന്നത്. ഇവിടെ കാണപ്പെടുന്ന ഏറ്റവും വലിയൊരു മലനിരയുണ്ട്, അതിൻ്റെ പേരാണ് കാരക്കോറം. ഈ കാരക്കോറം ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി, പാമീർ നോട്ട് അല്ലെ, ലോകത്തിന്റെ മേൽക്കൂര എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു പർവ്വതമാണ്. ഈ പാമീർ കെട്ടിനെ അല്ലെ ബന്ധിപ്പിക്കുന്നത് ശരിക്കും അല്ലെ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ ട്രാൻസ് ഹിമാലയത്തിന്റെ ഈ പോയിന്റുകൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ചിലപ്പോൾ ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാം, ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏത് ഹിമാലയമാണ്? അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ട്രാൻസ് ഹിമാലയത്തിനെ ടിബറ്റൻ ഹിമാലയം എന്നും എന്താണ് വിശേഷിപ്പിക്കാറുണ്ട് എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മറ്റൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ കാരക്കോറം നിരയെ കുറിച്ചിട്ടാണ്. ഈ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ 3 ക്ലാസിഫിക്കേഷനിൽ ട്രാൻസ് ഹിമാലയം നമ്മുടെ കഴിഞ്ഞു. അടുത്തത് ഏതായിരിക്കും? യെസ്, ഹിമാലയം. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കും ഏത് തന്നെയാണ്? ഹിമാലയ തന്നെയാണ്. യെസ്, ഹിമാലയം നമുക്കറിയാം അല്ലേ, നമ്മൾ ചെറിയ ക്ലാസ് മുതലും അതുപോലെ തന്നെ പഠിക്കാതെ തന്നെ നമ്മൾ ഹിമാലയം എന്നുള്ള അല്ലെ ഹിന്ദു സങ്കല്പത്തിലൊക്കെ നമ്മളെപ്പോഴും അല്ലെ കൈലാസം ഹിമാലയത്തിലാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഹിമാലയത്തിന് എങ്ങനെയെല്ലാം തരംതിരിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് നോക്കാം. യെസ്, ആദ്യം ഹിമാലയത്തിൻ്റെ ചെറിയൊരു ഫീച്ചർ എന്താണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെച്ചിരിക്കുക. The Himalayan mountain system consists of 3 parallel ranges extends from west to east south of the Trans-Himalaya. ട്രാൻസ് ഹിമാലയത്തിൻ്റെ തൊട്ടു താഴെയായിട്ട് അല്ലേ എങ്ങനെയാണ് നോക്കിയേ, എവിടം മുതൽ എവിടം വരെയാണ്? റേഞ്ചസ് എക്സ്റ്റെൻഡ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലേ, സൗത്ത് ഓഫ് ട്രാൻസ് ഹിമാലയ. അല്ലെ നമ്മുടെ ട്രാൻസ് ഹിമാലയയുടെ ഏത് ഭാഗത്തായിട്ടാണെന്നുള്ളത്? വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലെ, വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് കിഴക്ക് ആ ഒരു ഭാഗത്ത് ഒരു 3 സമാന്തരമായിട്ടുള്ള ഒരു എന്താ ചവിട്ടുപടി പോലെ പടിപടി പോലെ നമുക്ക് കാണപ്പെടാൻ സാധിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിമാലയം എന്നുള്ളത്. ദീസ് 3 മെയിൻ റേഞ്ചസ് ആർ, ഈ പറഞ്ഞ 3 മലനിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹിമാലയ പർവ്വതനിരയെ അവിടെ സ്ഥിതി ചെയ്യുന്ന മലനിരകളുടെ അടിസ്ഥാനത്തിൽ, പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇനിയും നമുക്ക് ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിമാലയ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളെ അടിസ്ഥാനമാക്കി നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് നോക്കാം ആദ്യം. യെസ്, നോക്കാം. ഇതാണ് ആ ഒരു പിക്ചർ. നോക്കിയേ, ഈ കാണുന്നതാണ് ഹിമാലയ ഭാഗം. ഈ ഹിമാലയ ഭാഗം പോയിരിക്കുന്നത് കണ്ടോ, വെസ്റ്റ് ടു ഈസ്റ്റ് ആ ഒരു ഭാഗത്തേക്കാണ് അല്ലേ. അപ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്നത് 1 ഹിമാദ്രി, 2 ഹിമാചൽ, 3 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശിവാലിക്. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഈ ഹിമാലയ പർവ്വതനിര അവിടെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയുടെ അടിസ്ഥാനത്തിൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത്, മനസ്സിലാക്കി വെക്കുക. ഇനി അവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി വെക്കണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ഒക്കെ ആയിട്ട് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. യെസ്, നോക്കാം. ആദ്യത്തെ ദ ഹിമാദ്രി. ഹിമാദ്രിയുടെ പ്രത്യേകത, ഹിമാദ്രി ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ദ ഇന്നർ ഹിമാലയാസ്. 2 പേരിൽ അല്ലേ ഹിമാദ്രിയെ ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം 2 പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആവറേജ് അല്ലേ, ഏകദേശം ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും എത്രയാണ്? 6100 meters above mean sea level. സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ ആ ഒരു ഉയരത്തിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വീതി ഏകദേശം എത്ര വരുന്നുണ്ട്? 25 കിലോമീറ്റർ. മറ്റൊരു പ്രത്യേകത, ഈ പർവ്വതനിര വർഷം മുഴുവനും എന്താൽ മൂടപ്പെട്ട് കിടക്കുന്നതാണ്? മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നതാണ്. പെർമനൻ്റ് ആയിട്ടല്ലേ, സ്ഥിരമായിട്ട് സ്നോ കവേർഡാണ്.
അല്ലേ, വർഷം മുഴുവനും മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു മലനിര കൂടിയാണ് ഏതു മലനിര? ഹിമാദ്രി. അപ്പൊ ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഹിമാദ്രിയുടെ പേരുകൾ, മറ്റു പേരുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്? ഗ്രേറ്റർ ഹിമാലയ, അതേപോലെ തന്നെ ഇന്നർ ഹിമാലയ. ഈ രണ്ട് പേരുകളും മറന്നു പോവാതെ മാറിപ്പോവാതെ പഠിക്കേണ്ടതാണ്. അടുത്തതാണ് ഹിമാചൽ. അടുത്ത രണ്ടാമത്തെ പർവ്വതനിരയായിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ഇങ്ങനെയായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് ഏതാ? ഹിമാചലാണ്. ഹിമാചൽ ഈസ് ഓൾസോ നോൺ ആസ് ദ ലെസ്സർ ഹിമാലയ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിമാചലിനും മറ്റൊരു പേരുണ്ട് അല്ലെ. ഹിമാചലിനെ ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ആവറേജ് എലിവേഷൻ എത്രയാണ് നോക്കിയേ? 3500 to 4500. 3500നും 4500 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇതിൻ്റെ ഏകദേശ ഉയരം വരുന്നത്. അതിൻ്റെ വിഡ്ത് റേഞ്ചും പറയുന്നുണ്ട് 60 to 80 കിലോമീറ്റർ വരെയാണ്. 60 മുതൽ 80 കിലോമീറ്റർ വരെ ഏകദേശം ഇതിന് എന്തുണ്ട്? വീതി ഉണ്ടെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെയും പഠിച്ചു പോകേണ്ട കണക്ക് പ്രധാനമായിട്ട് എന്താണ്? മറ്റൊരു പേര്, ഹിമാചലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ലെസ്സർ ഹിമാലയ. യെസ്. മൂന്നാമത്തത് ഏതാണ്? ശിവാലിക് റേഞ്ചസ് അല്ലെ. ശിവാലിക് മലനിരകളുടെ പ്രത്യേകത, ശിവാലിക്സ് ആർ ഓൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ. ഇന്നർ ഹിമാലയ, ലെസ്സർ ഹിമാലയ, ഔട്ടർ ഹിമാലയ. അപ്പൊ ശിവാലിക് റേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ ഹിമാലയ. ദേ ആർ ദ സദേൺ മോസ്റ്റ് റേഞ്ചസ് ഓഫ് ദ ഹിമാലയാസ് and form boundaries of the Ganga plains അല്ലെ. ഗംഗ ഹിമാലയത്തിന്റെ തെക്കേ അറ്റത്ത് പർവ്വതനിരയാണിത്. ഗംഗാ സമതല അതിർത്തിയിൽ അല്ലെ, ഒരു ഗംഗാ സമതലത്തിന്റെ അതിർത്തിയിലാണ് ഇത് കാണപ്പെടുന്നത് എന്ന് പറയാം. ഇതിന്റെ വിഡ്ത്തും നമ്മളോട് പറയുന്നുണ്ട് 10 മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ 3 ഹിമാലയം പർവ്വതനിരയുടെയും പ്രത്യേകതയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി പോയാൽ തന്നെ ഏകദേശം എന്താണ് വൺ വേർഡോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. ഒറിജിൻ ഓഫ് ദ ഹിമാലയ, ഹിമാലയത്തിൻ്റെ പിറവി. എങ്ങനെയാണ് ഹിമാലയം പിറവി കൊണ്ടത് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഭൂമി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ക്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അല്ലേ നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചേക്കണേണ് മാൻറ്റിൽ, അതേപോലെ തന്നെ കോർ അല്ലേ. ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഭൂമിയെ നമ്മളൊരു മുട്ടത്തുണ്ടിനോടൊക്കെ ഉപമിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഫലകങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഭൂമിയിലെ പാളികൾ അല്ലേ, നമുക്കറിയാം ഫലകങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഫലകങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഇങ്ങനെ പതിയെ വളരെ പതിയെ, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് സഞ്ചരിക്കുകയാണെന്നൊന്നും മനസ്സിലാവില്ല. പതിയെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ച് നോക്കിയേ അല്ലേ, എന്താ സംഭവിക്കുന്നത്? ഒരു ഫലകം മറ്റൊരു ഫലകവുമായിട്ട് കൂട്ടിമുട്ടുന്നു. ഈ കൂട്ടിമുട്ടലിൽ ഒരുപാട് ഭൂരൂപങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ താഴ്വരകൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ പർവ്വതങ്ങൾ രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ രൂപപ്പെടുന്നു. ഇങ്ങനെ പല ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അല്ലേ സഹായിക്കുന്ന ഒന്നാണ് ഫലകങ്ങളുടെ ചലനം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ ഹിമാലയം എന്ന് പറയുന്ന ഈ പർവ്വതനിരയും രൂപം കൊണ്ടിട്ടുണ്ടാകുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല അല്ലേ. ഏതൊക്കെയാണ്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതായിട്ട് പറയപ്പെടുന്നത്. The Indian plains was in the southern hemisphere about 150-160 million years ago. It slowly moved towards the north. It's come close to the Eurasian plates. The thirsty sea between them began to close and rise. This led to the formation of the Himalaya. ഇന്ത്യൻ പ്ലേറ്റ്, അതായത് ഇന്ത്യൻ പ്ലേറ്റ്സ്, ഇന്ത്യൻ ഫലകങ്ങൾ ഏകദേശം ഒരു 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് വടക്കോട്ട് പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? നീങ്ങാൻ ആരംഭിച്ചു. ഇങ്ങനെ നീങ്ങി യൂറേഷ്യൻ പ്ലേറ്റ്സിനോട്, യൂറേഷ്യൻ ഫലകത്തോട് ഇത് അടുത്തു വന്നു.
ഇങ്ങനെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടി അതിനിടയിലുണ്ടായ ഒരു സമുദ്രം അല്ലെ, ടെതീസ് എന്ന് പറയുന്ന ഒരു സമുദ്രം ചുരുങ്ങുകയും അതേപോലെ തന്നെ അത് ഉയരുകയും ചെയ്തു. ഇങ്ങനെ ഉയർന്ന് ഒരു ഹിമാലയം അല്ലെങ്കിൽ അങ്ങനെ ഒരു പർവ്വതം രൂപീകരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. അന്ന് രൂപം കൊണ്ട പർവ്വതനിരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിമാലയ പർവ്വതനിര എന്നാണ് പറയപ്പെടുന്നത്. പഠനങ്ങളിലൂടെ പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ഹിമാലയ പർവ്വതം ഉണ്ടായത് എന്നാണ്. യെസ്, അപ്പം അത് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെ ഫലകങ്ങൾ തമ്മിൽ, ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം ഉണ്ടായത് എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരു ചോദ്യം, റീസൺസ് ഫോർ ഹിമാലയ ഗ്രോയിങ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് അല്ലേ? നമ്മൾ പെട്ടെന്ന് ഇന്ന് പോയി നോക്കിയിട്ട് ഹിമാലയം വളർന്നിട്ടുണ്ട്, നാളെയും വന്ന് നോക്കാം, നാളെ എത്രത്തോളം വളർന്നിട്ടുണ്ട്, അങ്ങനെയല്ല. ഹിമാലയത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദശലക്ഷക്കണക്കിന് അല്ലേ ഈ വർഷങ്ങൾ കൊണ്ടാണ് ശരിക്കും വളരെ നിസ്സാരമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ വളർച്ച നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹിമാലയം ഗ്രോ ചെയ്യുന്നത്, ഹിമാലയം വളരുന്നതിനുള്ള കാരണം എന്താണെന്നൊരു വൺ വേഡ് രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെച്ചിരിക്കുക എന്താണ് അതിൻ്റെ കാരണം. ഈ പറഞ്ഞ പ്ലേറ്റ്സുകളുടെ ചലനമാണ് അല്ലേ. നോക്കുക, ടെക്ടോണിക് പ്ലേറ്റ്സ് അഥവാ ഭൗമ ശിലാപാളികളുടെ ചലനം നിമിത്തമാണ് നമ്മുടെ ഏറ്റവും അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതും പോകാൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള അല്ലേ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കു പർവ്വതമായിട്ടുള്ള നമ്മുടെ ഹിമാലയ പർവ്വതനിര എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. Tectonic plates are large blocks of the Earth's crust that include both continental and oceans part. The asthenosphere is the layers bent the lithosphere where rocks are partially molten and in a semi-plastic state due to high temperature. Tectonic plates move very slowly over the asthenosphere. ഈ ടെക്നോണിക് പ്ലേറ്റ്സുകൾ ഭൂമിയുടെ പുറം തട്ടിലെ വലിയ പാറഭാഗങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. ഇവയിൽ ഭൂഖണ്ഡങ്ങളുണ്ട്, അതേപോലെ തന്നെ സമുദ്രഭാഗങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കുന്ന കാര്യമാണ് അല്ലേ. സിമ എന്ന് വിളിക്കുന്നു അല്ലേ, അതായത് സിലിക്കനും മഗ്നീഷ്യവും കൂടി ചേർന്നതുകൊണ്ട് അതിന് സിമ എന്ന പേരിലൊക്കെ അറിയപ്പെടും. കോണ്ടിനെൻ്റൽ ഭാഗമുണ്ട്, അതേപോലെ തന്നെ ഓഷ്യാനിക് അല്ലെ സമുദ്രവും അതേപോലെ തന്നെ വൻകര ഭാഗങ്ങൾ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നോക്കിയേ, അസ്തനോസ്ഫിയറിൽ ലിത്തോസ്ഫിയറിൻ്റെ കീഴിലുള്ള പാളിയാണ്. ഇവിടെ പാറകൾ ഉയർന്ന താപനില കാരണം സെമി മോൾട്ടൻ സ്റ്റേജ് ആണ്, ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പുരട്ടി തറയിൽ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ തന്നെ പോലെ ആ രീതിയിൽ ഒരു മോൾട്ടൻ സ്റ്റേജിലായിരിക്കും ഇവിടെ കാണപ്പെടുന്നത്. ഉരുകിയ അർദ്ധദ്രാവകാവസ്ഥ എന്ന് പറയുന്നു. അപ്പം എന്താണ്, ഈ ഒരു ദ്രാവകത്തിൻ്റെ മുകളിലൂടെ ഈ പ്ലേറ്റ്സുകൾ ഇങ്ങനെ സാവധാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അവരിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഈ ചലനഫലമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പർവ്വതനിരകൾ, താഴ്വരകൾ, ഭൂഖണ്ഡങ്ങൾ ഇതെല്ലാം ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം കാരണമായത് ഈ ടെക്നോണിക് പ്ലേറ്റ്സ് ആണ് എന്നുള്ളത് മാത്രം എന്ത് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. അത്രേ ഉള്ളൂ. യെസ്, ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മറ്റൊരു ഭാഗം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഹിമാലയത്തിലെ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, അങ്ങനെയായിരുന്നു അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. എന്നാൽ ഹിമാലയാസ് ആൻഡ് ഇറ്റ്സ് റീജിയണൽ ഡിവിഷൻ, ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക വിഭാഗം, ഈ പ്രാദേശികപരമായിട്ട് ഹിമാലയത്തിനെ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതിനെയും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ആ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി വെക്കുക. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. വെസ്റ്റ്, സെൻട്രൽ, ഈസ്റ്റ്, ഇങ്ങനെ 3 പ്രാദേശിക ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഹിമാലയത്തിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ വെസ്റ്റേൺ ഹിമാലയത്തിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താണ് വെസ്റ്റേൺ ഹിമാലയം, അവിടുത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്, എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് അവിടെ കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. യെസ്,
Western Himalaya. The Western Himalayas extends from the Indus River valleys in the west to the Kali River Valley. എവിടം മുതൽ എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്? പടിഞ്ഞാറൻ ഹിമാലയത്ത് അല്ലെ, പടിഞ്ഞാറൻ സിന്ധു നദീതടത്തിൽ നിന്നും കിഴക്കോട്ട് ഉത്തരാഖണ്ഡിലെ കാളി നദി വരെയാണ് ഈ ഭാഗം കാണപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. These regions lies to the north of the Jammu and Kashmir and stretches across North India. അല്ലേ, എന്താ മറ്റൊരു ഈ പ്രദേശം ജമ്മു കാശ്മീരിനെയും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ ഹിമാലയം അല്ലേ, ആ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്തു പോകുന്നത്. അതായത് ജമ്മു കാശ്മീർ ഈ ഒരു ഭാഗത്താണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദ വെസ്റ്റേൺ ഹിമാലയാസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. അതുകൊണ്ട് തന്നെ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ നമ്മൾ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കി പഠിച്ചു പോവാ. ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഹിമാലയം, സെൻട്രൽ ഹിമാലയം, ഈസ്റ്റേൺ ഹിമാലയം. അതിൽ ആദ്യത്തെ നമ്മുടെ വെസ്റ്റേൺ ഹിമാലയം ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ വെസ്റ്റേൺ ഹിമാലയത്തിനെയും അവിടെ സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പ്രദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, ഉത്തരാഖണ്ഡ് ഹിമാലയ. ഇതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, ആദ്യം കാശ്മീർ ഹിമാലയ. കാശ്മീർ ഹിമാലയം എന്തൊക്കെയാണ്? കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ കാണപ്പെടുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. യെസ്, നോക്കാം. The Kashmir Himalaya extends over about 3.5 lakh square kilometer in Jammu and Kashmir and Ladakh. Very important. അതേപോലെ തന്നെ ദ ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഹിയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മലനിരകൾ എന്ന് നമുക്ക് നോക്കാം. കാരക്കോറം, സസ്കർ, ലഡാക്ക് ആൻഡ് പീർ പാഞ്ചൽ. യെസ് അല്ലേ, കാരക്കോറം ഉണ്ട്, ലഡാക്ക് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് പീർ പാഞ്ചൽ. ഇതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നമ്മുടെ പർവ്വത നിരകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് നോക്കി, മൗണ്ട് K2. വെരി ഇമ്പോർട്ടൻറ്റ്. മൗണ്ട് K2ൻ്റെ മറ്റൊരു പേരാണ് ഗോഡ്വിൻ ഓസ്റ്റീൻ അല്ലേ. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ വലിയ കൊടുമുടി എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തിനെ നമുക്ക് മൗണ്ട് K2നെ അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റീനെയൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ മൗണ്ട് K2 അതിൻ്റെ ഉയരവും പറയുന്നുണ്ട് 8611 മീറ്ററാണ് അതിൻ്റെ ഉയരം. അപ്പോൾ ഈ മൗണ്ട് K2 നമുക്ക് എവിടെ കാണാം അല്ലേ? സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിലേക്കും തന്നെ അല്ലേ 2ാമതായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ഏത്? നമ്മുടെ മൗണ്ട് K2. അതെവിടെയാണ് കാണപ്പെടുന്നത്? ഈ കാശ്മീർ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത ഗ്ലേഷ്യേഴ്സ് ആണ്, ഹിമാനികൾ. ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഇവിടെ കാണപ്പെടുന്ന ഗ്ലേഷ്യേഴ്സുകൾ എന്ന് നോക്കി? സിയാച്ചിൻ, വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ അല്ലേ പാസുകൾ, പ്രധാനമായിട്ട് വരുന്ന പാസുകളുണ്ട്. പാസ് എന്ന് പറഞ്ഞാൽ ചുരം അല്ലേ. എന്തൊക്കെയാണ് നോക്കുക? ബൻഹില പാസ് അക്രോസ് ദ പീർ പാഞ്ചൽ റേഞ്ചസ് കണക്റ്റഡ് ജമ്മു ആൻഡ് കാശ്മീർ വാലി. ജമ്മു കാശ്മീർ വാലികളെയൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ചുരങ്ങൾ പ്രധാനമായിട്ടും വരുന്നതാണ് ബൻഹില പാസ്. ഇതൊക്കെ നമുക്ക് എവിടെ കാണാം? ഇവിടെ കാണാവുന്നതാണ്. There are many fresh water lakes. അതാണ് ഇവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഫ്രഷ് വാട്ടർ ലേക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രഷ് വാട്ടർ ലേക്സ് അതായത് ശുദ്ധജല തടാകം. ഇവിടെ കിട്ടുന്ന വെള്ളമൊക്കെ എങ്ങനെയായിരിക്കും? ശുദ്ധജലമായിരിക്കും അല്ലേ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല തടാകം ദാൽ ലേക്ക്, വെരി ഇമ്പോർട്ടൻറ്റ്. ദാൽ തടാകം നമുക്കിവിടെയാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കാശ്മീർ ഹിമാലയ. നമുക്ക് നോക്കാം. യെസ്, നോക്കി കാശ്മീർ ഹിമാലയം ഏകദേശം എത്രയാണ് അല്ലേ? 3.5 ലക്ഷം കിലോമീറ്റർ ഈ ഒരു പ്രദേശത്ത് കാണാം. ജമ്മു കാശ്മീർ ലഡാക്ക് ഇങ്ങനെ
ഒക്കെ വ്യാപിച്ച് കിടക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇവിടെ കാണപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപ്പാഞ്ചൽ, ഇങ്ങനെ അല്ലേ ഒരുപാട് മലനിരകൾ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ ഗോഡ്വിനോസ്റ്റെയിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രത്യേകത പ്രധാനപ്പെട്ട ഹിമാനികൾ അല്ലേ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പീർപ്പാഞ്ചൽ, അതേപോലെ തന്നെ ബൻഹില പാസിൽ ജമ്മു കാശ്മീർ താഴ്വരകളൊക്കെ ബന്ധിപ്പിക്കുന്ന ഏതാണ് പ്രധാനമായിട്ട് വരുന്നൊരു പാസ് അല്ലേ ചുരം നമുക്കിവിടെ എടുത്തു പറയുന്നതാണ്. അതും നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദാൽ തടാകത്തിൻ്റെ പേരും നോട്ട് ചെയ്ത് വെക്കുക. ഇതിനും വൺ വേഡ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിരിക്കുന്നത്. യെസ്, അടുത്തതാണ് രണ്ടാമത്തെ പ്രദേശമായിട്ടുള്ള ഹിമാചൽ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? A major part of the Himalaya lies in the states of the ഹിമാചൽ പ്രദേശ്. ആ പേരിൽ തന്നെ കിട്ടൂലേ മക്കളെ അല്ലേ, ഹിമാലയ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താണ് ഒരു പ്രത്യേകത, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം, ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്? ഇവിടെ കാണപ്പെടുന്ന നദികൾ, പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ചെനാബ്, രവി, ബിയാസ്, ഇതാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന നദികൾ അല്ലേ. ഇതൊരു ട്രിബ്യൂട്ടറീസ് ആണ്, പോഷക നദികളായിട്ടുള്ള അല്ലേ. ഏതൊക്കെയാണ്? ചെനാബ്, രവി, ബിയാസ്, ഇതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ദ മെയിൻ മൗണ്ടെയിൻ റേഞ്ചസ് ആർ അല്ലേ ഏതൊക്കെയാണ് പ്രധാനമായിട്ട്? ഇപ്പോൾ പീർപ്പാഞ്ചൽ, അതേപോലെ തന്നെ ദൗലാദർ, ഇതൊക്കെ അവിടെ കാണപ്പെടുന്ന മറ്റ് പർവ്വതനിരകളാണ്. സെവറൽ ഫ്രഷ് വാട്ടേഴ്സ്, ഇവിടെയും കാരണം ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഏകദേശ പ്രദേശങ്ങളാണ് അല്ലേ. കാശ്മീരിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ലേക്സുകൾ, അതായത് തടാകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തരുന്നത്? ശുദ്ധജലമായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഫ്രഷ് വാട്ടർ ലേക്സ് എന്ന് എടുത്തു പറയുന്നത്. അതേതൊക്കെയാണ്? ചന്ദ്രതൽ ആൻഡ് സൂരജ് തൽ. ആ രണ്ട് ഫ്രഷ് വാട്ടർ ലേക്സുകളും വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് പാസസ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പാസസുകൾ ഏതൊക്കെയാണ്? ബർലാചാല പാസ് വെരി ഇമ്പോർട്ടൻറ്റ്, റോട്ടൺ പാസ്. ഈ രണ്ട് പാസുകൾ, ഈ രണ്ട് ചുരങ്ങളാണ് നമുക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ചുരങ്ങൾ. പിന്നെ എന്താ പറയുക, ഈ ഒരു പ്രദേശത്തിൻ്റെ തന്നെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ആളുകൾ ടൂറിസം അല്ലെ നല്ല രീതിയിൽ ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ വാലീസ് ലൈക്ക് കുളു, നമ്മൾക്ക് പോകാറുണ്ട് കുളു മണാലി ട്രിപ്പൊക്കെ പോകാറില്ലേ, ഈ കുളു, അതേപോലെ തന്നെ ഖംഗ്ര അല്ലെ, ലാഹൂള്, ഇങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്രദേശങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഏത്? ഹിമാലയ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിമാലയ എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. ഇതിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ചെനാബ്, രവി, ബിയാസ് ആണ്. പ്രധാനമായിട്ട് വരുന്ന റേഞ്ചസ് അല്ലെ പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ദൗലാദർ, പീർപ്പാഞ്ചൽ പോലുള്ള പർവ്വതനിരകളാണ്. ഒരുപാട് ഫ്രഷ് വാട്ടേഴ്സ് ഉണ്ട്, ചന്ദ്രാതൽ, സൂരജ് തൽ. ചന്ദ്രനെയും സൂര്യനെയും ഓർത്താതി അല്ലേ, ചന്ദ്രനും സൂര്യനെയും കണക്ട് ചെയ്ത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. ചന്ദ്രാതൽ, സൂരജ് തൽ പോലുള്ള ഒരുപാട് ഫ്രഷ് വാട്ടർ ലേക്സുകളുണ്ട്, അതേപോലെ തന്നെ ചുരങ്ങളുണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. യെസ്, ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പ്രത്യേകതകളിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. യെസ്, എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൻ്റെ പ്രത്യേകത? ഉത്തരാഖണ്ഡ് ഹിമാലയ എക്സ്റ്റെൻസ് ഫ്രം ദ സത്ലജ് റിവർ ഇൻ ദ വെസ്റ്റ് ടു ദ കാളി റിവർ ഇൻ ദ ഈസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് വെസ്റ്റേൺ ഹിമാലയ കാളി നദിയിൽ വന്നാണ് അവസാനിക്കണേന്നല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എവിടെ മുതൽ എവിടം വരെയാണ്? സത്ലജ് നദി മുതൽ നമ്മുടെ കാളി നദിയിലേക്ക് അവസാനിക്കുന്ന ഭാഗം, ആ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് ഹിമാലയം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? ദ വെസ്റ്റേൺ പാർട്ട്, ഇതിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏതാണ്? ഖർവാൾ അല്ലെ, ഖഡ്വാൾ ഹിമാലയ. അപ്പോൾ പടിഞ്ഞാറിനൊരു പേരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തിനുണ്ടാവും? കിഴക്കിനൊരു പേരുണ്ടാവും അല്ലെ. ദ ഈസ്റ്റേൺ പാർട്സ് ഈസ് നോൺ ആസ് എന്താ? കുമയൂൺ ഹിമാലയ.
അപ്പോൾ ഗഡ്വാൾ ഹിമാലയ എന്നും കുമയൂൺ ഹിമാലയ എന്നും, അല്ലേ? പടിഞ്ഞാറിനെയും കിഴക്കിനെയും രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. സെവറൽ പീക്സ്, അല്ലെ, ഹൈ പീക്സുകൾ, അതായത് ഉയരം കൂടിയ ഒരുപാട് കൊടുമുടികൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നന്ദാദേവി, കാമറ്റ്, ബദരിനാഥ്, കേദാർനാഥ് ഇങ്ങനെയുള്ള ഒരുപാട് കൊടുമുടികളാൽ സമ്പുഷ്ടമായിട്ടുള്ള മറ്റൊരു പ്രദേശം കൂടിയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഗംഗോത്രി ആൻഡ് യമുനോത്രി ഗ്ലേഷ്യേഴ്സ്, അല്ലെ, ഹിമാനികളാണ്. ഗംഗോത്രി, യമുനോത്രി ഇതേപോലുള്ള ഈ ഹിമാനികളുടെ സോഴ്സസ് ഓഫ് ദ ഗംഗ ആൻഡ് യമുന റിവർ ആർ ഫൗണ്ട് ഹിയർ. അതിൻ്റെ എല്ലാം ഉറവിടം, ഗംഗോത്രിയുടെയും യമുനോത്രിയുടെയും എല്ലാം ഉറവിടമായിട്ട് നമ്മൾ കണക്കാക്കുന്നതും ഈ ഉത്തരാഖണ്ഡ് ഹിമാലയം തന്നെയാണ്. ഇവിടെയും ഫ്രഷ് വാട്ടർ ലേക്സ്, അല്ലെ, നൈനറ്റാൾ, അതേപോലെ തന്നെ ഭീംതാൽ, വെരി ഇമ്പോർട്ടൻറ്റ്. നൈനറ്റാൽ എന്നും ഭീംതാൽ എന്നൊക്കെ പേരിൽ ഒരുപാട്, അല്ലെ, ഫ്രഷ് വാട്ടർ ലേക്സുകളും നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ ഫ്ലാറ്റ് വാലീസ് ബിറ്റ്വീൻ ദ ലെസർ ഹിമാലയാസ് ആൻഡ് എന്താണ് ദ ശിവാലിക് റേഞ്ചസ് ആർ കോൾഡ് ഡ്യൂൺസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഡ്യൂണുകൾ. അതായത് ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ, ഇങ്ങനെ ഒരു തുടർച്ചയില്ലാതെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡൂണുകളായിട്ട് മാറുക. ആ ഒരു, അതായത് ഏറ്റവും കൂടുതൽ ഇത് കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഉത്തരാഖണ്ഡിലുള്ള ഡെറാഡൂൺ അതൊരു ഫേമസ് ആയിട്ടുള്ളതാണ്. ഈ വാലികളിലെ ഒരു കണ്ടിന്യൂഷൻ നഷ്ടപ്പെട്ടിട്ട് വാലി പോലെ കാണപ്പെടുന്ന ഒരു പ്രദേശം അതിനെയാണ്. അപ്പോൾ ഡെറാഡൂൺ ഈസ് ദ ഫേമസ് എക്സാമ്പിൾ ഓഫ് എന്താണ് ഡ്യൂൺ. ഡ്യൂണിന് പ്രധാനമായിട്ട്, ഡ്യൂൺ വാലിക്ക് പ്രധാനമായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അത് ശിവാലിക് റേഞ്ചസിലാണ് ഇത് ഏകദേശം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ഒരു ഭൂമിശാസ്ത്ര സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഡ്യൂൺ ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത്? ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പോൾ അതെവിടെ മുതൽ എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു? സത്ലജ് മുതൽ കാളി റിവർ വരെ. ഇതിന് രണ്ട് പേരുകളുണ്ട്. വെസ്റ്റേൺ പാർട്ടിൽ വേറൊരു പേര്, ഈസ്റ്റേൺ പാർട്ടിൽ വേറൊരു പേര്. വെസ്റ്റേണിൽ ഗഡ്വാൾ ഹിമാലയ എന്നും ഈസ്റ്റേണിൽ കുമയൂൺ ഹിമാലയ എന്നുമാണ് അറിയപ്പെടുന്നത്. പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണപ്പെടുന്ന കൊടുമുടികൾ. ഗംഗോത്രി, യമുനോത്രി, അല്ലെ, ഈ പറഞ്ഞ ഹിമാനികളുടെ എല്ലാം, ഈ നദികളുടെ എല്ലാം ഉത്ഭവം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭീംതാൽ, നൈനറ്റാൾ പോലുള്ള ഫ്രഷ് വാട്ടർ ലേക്ക്, ശുദ്ധജല തടാകങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. പിന്നെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞതാണ് ഡെറാഡൂൺ എന്ന് പറയുന്ന ഡ്യൂണുകളെയും നമുക്ക് എന്താണ് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് ആദ്യ ഭാഗം, അതായത് വെസ്റ്റേൺ ഹിമാലയ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങൾ, അല്ലെങ്കിൽ അല്ലെ റീജിയണൽ ഡിവിഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റീജിയണൽ ഡിവിഷനിൽ 3 ആദ്യത്തെ ഡിവിഷനാണ് വെസ്റ്റേൺ ഹിമാലയ. ഈ വെസ്റ്റേൺ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? 3 പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിലും ആദ്യത്തെ ആ 3 ഭാഗമുണ്ട്. വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. വെസ്റ്റേൺ മാത്രം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഏതാണ് പറയാനുള്ളത്? അല്ലേ, താഴെ നടുക്കായിട്ട് സെൻട്രൽ ആയിട്ട് വരുന്ന സെൻട്രൽ ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അല്ലേ, നോക്കിയേ, നമ്മുടെ സെൻട്രൽ ഹിമാലയ എന്ന് പറയുമ്പോൾ ഏകദേശം നടുക്കായിട്ട്, അല്ലേ, ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ കളറിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതാണ് നമ്മുടെ സെൻട്രൽ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, സെൻട്രൽ ഹിമാലയാസ് അഥവാ മധ്യ ഹിമാലയം. The part of the Himalayas between the Kali River and the Teesta River is known as Central Himalaya. ഏത് നദി മുതൽ ഏത് നദി വരെയാണ്? കാളി നദി മുതൽ ടീസ്ത നദി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശമാണ് സെൻട്രൽ ഹിമാലയ എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ നേപ്പാൾ ഹിമാലയ. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഏതാണത്? നേപ്പാൾ ഹിമാലയ. എന്തായിരിക്കും അതിനും അങ്ങനെ ഒരു പേര് വരാൻ കാരണം? എന്താണ് അതിൻ്റെ റീസൺ നോക്കിയേ. ആസ് മോസ്റ്റ് ഓഫ് ദിസ് റീജൻസ് ലൈസ് ഇൻ നേപ്പാൾ. ഇതിൻ്റെ ഭൂരിഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേരും കൂടി പറയുന്നത്? സെൻട്രൽ ഹിമാലയത്തിനെ നമ്മൾ നേപ്പാൾ ഹിമാലയം എന്ന പേരും കൂടി വിളിക്കാനുള്ള റീസൺ അതാണ് പറയുന്നത്. ഓൺലി വെസ്റ്റേൺ സിക്കിം ആൻഡ് ദ ഡാർജിലിംഗ് റീജൻസ് ഓഫ് ദീസ് ഏരിയാസ് ആർ ഇൻ ഇന്ത്യ. ആകെ വളരെ കുറച്ച് പ്രദേശങ്ങളായിട്ടുള്ള, അല്ലെ, വെസ്റ്റേൺ സിക്കിം അതേപോലെ തന്നെ ഡാർജിലിംഗ് ഏരിയാസ് ഒക്കെ മാത്രമേ ഇന്ത്യയുടേതായിട്ട് ഈ ഭാഗത്തുള്ളൂ.
സെൻട്രൽ ഹിമാലയ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോർഷൻ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത നോക്കിയേ, ദ വേൾഡ് ഹൈയസ്റ്റ് പീക്ക് അല്ലെ, ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ. ഈ മൗണ്ട് എവറസ്റ്റ് അല്ലെ, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയായിട്ട് പറയാം നമുക്ക്? ഈ പറഞ്ഞ സെൻട്രൽ ഹിമാലയ അല്ലെ ഈ ഒരു ഭാഗത്താണ് എന്ന് നമുക്ക് അല്ലെ. എന്താണ് കാരണം? എന്താ നമുക്കറിയാം, ആകെ പ്രധാനമായിട്ട് വരുന്ന 2 കൊടുമുടി കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ്, രണ്ടാമത് മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെ. ഈ 2 കൊടുമുടിയും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം സെൻട്രൽ ഹിമാലയത്തിലാണ് എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ നേപ്പാൾ ഹിമാലയത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മൗണ്ട് കാഞ്ചൻജംഗ, നാഥുല പാസസ് അല്ലെ, ഇതെല്ലാം നമുക്ക് ഇവിടെ ലൊക്കേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാഞ്ചൻജംഗ അതും ഒരു പർവ്വതമാണ് അല്ലെ, ഒരു കൊടുമുടി തന്നെയാണ് കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ പോലെ തന്നെ അവിടെ അതിലൂടെ പോകുന്ന മറ്റൊരു പ്രത്യേകതയാണ് പാസ്, നാഥുല പാസ്, നാഥുല ചുരം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്ക് സെൻട്രൽ ഹിമാലയത്തിന്റെ പ്രത്യേകതകളായിട്ട് മനസ്സിലാക്കാം. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് കാളി നദി മുതൽ ടീസ്ത നദി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇത് ഏറ്റവും കൂടുതൽ നേപ്പാളിലാണ് സിറ്റുവേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടേതായിട്ടുള്ള കുറച്ചു ഭാഗം മാത്രമേ സെൻട്രൽ ഹിമാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് നമുക്ക് സെൻട്രൽ ഹിമാലയത്തിലാണ്. ഇത് കൂടാതെ കാഞ്ചൻജംഗ, നാഥുല പാസ് ഇതെല്ലാം നമുക്ക് എവിടെ കാണാം? ഈ സെൻട്രൽ ഹിമാലയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യെസ്, അതുതാണ് ഈസ്റ്റേൺ ഹിമാലയ. ഒരു പച്ചപ്പും ഹരിതാപവും ഒക്കെ നമ്മൾ വന്നു. ഇത്രയും നേരം നമ്മൾ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തായിരുന്നു അല്ലേ. ഇത്തിരി വെട്ടവും വെളിച്ചമൊക്കെ അല്ലെ, നല്ല രീതിയിൽ ഒരു ഹരിതാപവും പച്ചപ്പൊക്കെ എത്തുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത്. ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം. എന്താണ് കിഴക്കൻ ഹിമാലയത്തിന്റെ പ്രത്യേകത? ഈ പേരും അതേപോലെ തന്നെ അല്ലെ ഈ പിക്ചറൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രത്യേകതകളാൽ നിറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതാണ്. അതായത് അല്ലെ ഇതിൽ കാണാം ചെറിയ വലിയ മൗണ്ടെയിൻസുകളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന പർവ്വതനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കാം. The Eastern Himalayas extends from the Teesta River to the Brahmaputra River in the east. കിഴക്കു ഭാഗത്ത് ബ്രഹ്മപുത്ര നദി വരെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടീസ്ത നദി മുതൽ നമ്മുടെ ബ്രഹ്മപുത്ര നദി വരെയാണ് നമ്മൾ ഏത് കാണപ്പെടുന്നത്? ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കാണപ്പെടുന്നത്. ദ ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ റീജൻ ഏതാണ്? നംചബർവ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നംചബർവയാണ്. അതിൻ്റെ ആ ഉയരം ഒന്നും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കി വെക്കാം. നംചബർവയാണ് ഇവിടെ കാണപ്പെടുന്ന ഉയരം കൂടിയ കൊടുമുടി. ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഇൻ ദീസ് റീജൻസ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവേഴ്സ്, നദികൾ? ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസരി. ഇതൊക്കെയാണ് ഇതിലൂടെ ഒഴുകുന്ന നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയത്തിലൂടെ ഒഴുകി പോകുന്ന നദികളുടെ പേരുകൾ. ഒന്നും കൂടി ആ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബൻസിരി. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ. അതേപോലെ തന്നെ ഇവിടെയും പാസുകളുണ്ട് അല്ലേ. ബോന്ദില പാസ്, അതേപോലെ തന്നെ പ്രധാനമായിട്ട് വരുന്നതാണ് ദിഫു പാസ്. ഈ 2 പാസുകൾ ചുരങ്ങളും നമുക്ക് എവിടെ കാണാം? ഈ പറഞ്ഞ ഈസ്റ്റേൺ ഹിമാലയത്തിൽ കാണപ്പെടുന്നു. അപ്പം ഇത്രയും പ്രത്യേകതകളാണ് എന്തിലുള്ളത്? ഈസ്റ്റേൺ ഹിമാലയ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു അല്ലേ, ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ എന്ന രീതിയിൽ. അപ്പം നമ്മൾ നമ്മുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത് അല്ലേ. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള പൂർവാചൽ ഹിൽസ്, നമ്മുടെ അല്ലെ ഉത്തരപർവ്വത മേഖലയുടെ ആ അറ്റത്തേക്ക് എത്തി നമ്മൾ അല്ലെ. പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? The hills in the north-south direction from Arunachal Pradesh to Mizoram have relatively lower elevation. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത
കിഴക്കൻ പ്രദേശങ്ങൾ, ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാണപ്പെടുന്ന ചെറിയ ചെറിയ കുന്നുകൾ, അതായത് ഉയരം കുറവുള്ള ഏകദേശം ഒരു 500 മുതൽ 3000 മീറ്ററൊക്കെ വരെ ഉയരം വരുന്ന ചെറിയ ചെറിയ കുന്നുകളാണ് നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് പേരിലും കൂടി അറിയപ്പെടുന്നത്? പൂർവാചൽ ഹിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദി ഇമ്പോർട്ടൻറ്റ് ഹിൽസ് റേഞ്ചസ് ഇൻക്ലൂഡ്, ഏതൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്ന ഹിൽസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. പട്കായി ബൂം, നാഗാ ഹിൽസ്, നാഗാലാൻഡ്, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്, മിസോറാം അല്ലെ, മിസോറാം അവിടെ കാണപ്പെടുന്നൊരു സംസ്ഥാനമാണ്. അപ്പം മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, മണിപ്പൂർ അവിടെ ഒരു സംസ്ഥാനമുണ്ട് അല്ലേ. അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പേരിൽ തന്നെ അറിയപ്പെടുന്ന കുറച്ച് കുന്നുകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? ഈ പൂർവാചലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുള്ളതുമാണ് ചിറാപൂഞ്ചി ആൻഡ് മൗസിൻഡ്രം ലൊക്കേറ്റഡ് ഇൻ ദിസ് റീജൻ റിസീവ് ദ ഹൈയസ്റ്റ് റെയിൻഫോൾ ഇൻ ദ വേൾഡ്. ലോകത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപൂഞ്ചി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം നമുക്ക് എവിടെ കാണാം? ഈ പറഞ്ഞ പൂർവാചൽ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ചിറാപൂഞ്ചി, മൗസിൻഡ്രം പോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എവിടുത്തെ പ്രത്യേകതയാണ്? ഈ പറഞ്ഞ നമ്മുടെ പൂർവാചലിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നല്ല രീതിയിൽ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു വരും? കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യം നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റീജനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നും നോക്കി. അത് 3 ട്രാൻസ് ഹിമാലയ, ഹിമാലയ, അതേപോലെ തന്നെ ഏതായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞ പൂർവാചൽ. ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ട്രാൻസ് ഹിമാലയയുടെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹിമാലയമായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്. ഹിമാലയത്തിനെ പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ഡിവൈഡ് ചെയ്തു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ശേഷം ഹിമാലയത്തിനെ അവിടെ സ്ഥിതി ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? റീജൻ അല്ലേ, അതായത് പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ. അതിൽ വെസ്റ്റേൺ ഹിമാലയത്തിന് തന്നെ വീണ്ടും 3 ക്ലാസിഫിക്കേഷൻ അല്ലേ, 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? കാശ്മീർ ഹിമാലയം, അതേപോലെ തന്നെ ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. പിന്നെ നമ്മൾ സെൻട്രൽ ഹിമാലയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിരുന്ന പൂർവാചലിൻ്റെ പ്രത്യേകതകളുമാണ് പറഞ്ഞത്. അപ്പം ഇത്രയുമാണ് ആ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾ നല്ല രീതിയിൽ ക്ലാസിഫിക്കേഷൻ മാറിപ്പോകാതെ പഠിക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ ഹ്യൂമൻ ലൈഫിൻ്റെ കാര്യങ്ങൾ, ഇവിടുത്തെ മനുഷ്യജീവിതം, അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് കണ്ണടച്ച് ഏകദേശം നമ്മുടെ അല്ലേ നമുക്ക് ഉള്ളിൽ നിന്നെടുത്ത് തന്നെ പറയാൻ പറ്റും ഇവിടുത്തെ ക്ലൈമറ്റ് എന്തായിരിക്കുമെന്ന്. ഉത്തര പർവ്വത മേഖല, നോർത്തേൺ മൗണ്ടെയിൻ റീജൻ, അവിടെ കാണപ്പെടുന്ന മലനിരകൾ അല്ലേ, മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഭൂരിഭാഗവും. സോ നമുക്കറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തണവായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഏതൊക്കെ സീസൺ ഉണ്ട് ഇവിടെ എന്നുള്ളത് നോക്കാം. The climate of the Himalayan region varies with altitude and relief അല്ലേ. ടോപ്പോഗ്രഫി, അതേപോലെ തന്നെ ഹിമാലയൻ റീജൻ്റെ ഒക്കെ ഓൾട്ടിറ്റ്യൂഡ്, ഉയരം, പ്രദേശത്തിൻ്റെ ഉയരം അല്ലെ, ടോപ്പോഗ്രഫിയൊക്കെ അനുസരിച്ച് എന്താണ് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ വ്യത്യസ്തമാണ്. The lower slopes of Shivalik foothills have a mild climate. എന്താണ്? അതായത് താഴ്ന്ന ചരിവുകളുടെ ശിവാലിക് അടിവാരങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് അല്ലെങ്കിൽ മൈൽഡ് ക്ലൈമറ്റ് ആണ് അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. അറ്റ് ഹയർ ഓൾട്ടിറ്റ്യൂഡ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഉയരം കൂടുന്നതിനനുസരിച്ച് ലഭിക്കുന്ന ടെമ്പറേച്ചറിൻ്റെ അളവും വ്യത്യസ്തമായിരിക്കും. കാരണം ഉയരം കൂടുന്നതിനനുസരിച്ച് ചൂടിൻ്റെ അളവ് എന്താണ്? കുറഞ്ഞു വരുന്നു. ഏറ്റവും കൂടുതൽ തണവ് കിട്ടുന്നത് ഈ ഒരു പ്രദേശത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ലഡാക്ക് റീജൻ ആണെന്ന് നമുക്ക് പറയാം. ലഡാക്ക് റീജൻ എക്സ്പീരിയൻസ് ആസ് എക്സ്ട്രീം കോൾഡ് അല്ലെ, പോളാർ ലൈക്ക് ക്ലൈമറ്റ്. ശരിക്കും പോളാറിൽ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് ലഡാക്കിൽ അനുഭവപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്.
അതേപോലെ തന്നെ പ്രധാനമായിട്ടും ഇവിടെ കാണപ്പെടുന്ന ക്ലൈമറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അത് ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചു പറയാം എന്ത് തന്നെയാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, തണവ് തന്നെയാണ് അല്ലേ. എന്നാൽ തണവ് വ്യത്യാസം വരും ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല തണവ് കിട്ടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏതാണ്, അത് ലഡാക്ക് റീജൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അത്രയും കാര്യങ്ങളെ ക്ലൈമറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, മനസ്സിലാക്കേണ്ടുള്ളൂ. പിന്നെ അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം. ഹിമാലയത്തിൽ നിന്നും പ്രധാനമായിട്ടും 3 നദികൾ, ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാം നമുക്കൊരു 3 എന്നുള്ളൊരു നമ്പറിലാണ് ഇത് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം അല്ലെങ്കിൽ നദീവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന 3 നദികളാണുള്ളത്. ഏതൊക്കെയാണ് ആ 3 നദികൾ? യെസ്, ഏതൊക്കെയാ? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര നദി. ഈ 3 നദികളാണ് പ്രധാനമായിട്ടും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളായിട്ട്. എന്നിട്ട് ഇതിനെന്തുണ്ടാവും, ഒരുപാട് ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഹിമാലയ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഈ 3 നദികളാണ് മനസ്സിലാക്കേണ്ടത്. ദ ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ഫ്രം the Bokaro അല്ലേ, ബൊക്കാച്ചോ ഗ്ലേഷ്യേഴ്സ് നിയർ ലേക്ക് മാനസരോവർ. മാനസ സരോവര തടാകത്തിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഏത് നദി, നമ്മുടെ സിന്ധു നദി എന്ന് പറയുന്നത്. The Indus and its tributaries form the main drainage system in the northwestern Himalaya. അല്ലേ, നമ്മുടെ നോർത്ത് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ, വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ പ്രധാനമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് നിലകൊള്ളുന്നത് ഈ സിന്ധു നദിയാണ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നദിയാണ് ഗംഗാ റിവർ. ഇതെവിടെയാണ്? ഒറിജിനേറ്റ് ഫ്രം ദ ഗംഗോത്രി ഗ്ലേഷ്യർ അല്ലെ, ഗംഗോത്രി ഹിമാനിയാണ് അല്ലെ, ഗംഗോത്രി ഹിമാനി അറ്റ് ദ ഗോമുഖ്. ഗോമുഖ് ഗുഹ എന്ന് പറയുന്ന ആ ഒരു ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് നദി? ഗംഗാ നദി എന്ന് പറയുന്നത്. ഒരുപാട് ട്രിബ്യൂട്ടറീസ്, ഒരുപാട് പോഷക നദികൾ, യമുന, അതേപോലെ തന്നെ ഘഗ്ര, ഗാണ്ടക്ക് അല്ലെ, കോസി, ഇങ്ങനെ ഒരുപാട് പോഷക നദികൾ ഏത് നദിക്കുണ്ട്? നമ്മുടെ ഗംഗാ നദിക്കുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഉത്തരാഖണ്ഡിലെയും നേപ്പാളിലെയൊക്കെ പ്രധാനപ്പെട്ട ഡ്രെയിനേജ് സിസ്റ്റമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഏത് നദിയാണ്? ഈ ഗംഗാ നദിയാണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തെ നദിയാണ് ബ്രഹ്മപുത്ര. ഇത് എവിടെ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത്? നമ്മുടെ മാനസരോവർ നദി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു തടാകത്തിനടുത്തുള്ള ചെമ്യുങ്ധും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത്. ദിമങ്, ലോഹിത്, മാനസ്, ഇങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഏത് നദിക്കുണ്ട്? നമ്മുടെ ബ്രഹ്മപുത്ര നദിക്കുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 3 നദികളാണ്. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളാണ്. അപ്പോൾ അല്ലെ, സിന്ധു നദി മാനസരോവരത്തിന്റെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? അല്ലെ, ബൊഖാർച്ചു എന്നാണ് പ്രധാനമായിട്ടും നമ്മുടെ ഹിമാലയത്തിന്റെ പ്രധാന നീരൊഴുക്ക്. ഏത് ഭാഗത്ത്? വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ നീരൊഴുക്കാണ്. ഗംഗാ നദി എവിടെ നിന്നാണ്? ഗോമുഖ് കേവിൽ നിന്നും ഉത്ഭവിക്കുന്നു, ഗംഗോത്രി അല്ലെ, അവിടെ നിന്നാണ്. ഇതിനും ഒരുപാട് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, യമുന, ഘാഗ്ര, ഖാണ്ഡക്, കോസി. ബ്രഹ്മപുത്ര നദി ചെമ്യുങ്ധും എന്ന് പറയുന്ന നമ്മുടെ മാനസരോവർ നദിയുടെ അടുത്ത് അല്ലെ, തടാകത്തിനടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി. ഇതിനും ഒരുപാട് എന്തുണ്ട്? പോഷക നദികളുണ്ട് അല്ലെ, ദിബാങ്, ലോഹിത്, മാനസ്, ഇതെല്ലാം പ്രധാനപ്പെട്ട പോഷക നദികളാണ് എന്ന് മനസ്സിലാക്കാം. യെസ്, ഇനി ഇവിടെ കാണപ്പെടുന്ന മണ്ണ് എന്താണ്? സോയിലിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്ത് മണ്ണുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? പ്രധാനമായിട്ടും നമുക്ക് കണ്ണടച്ച് പറയാം, ഇവിടെ ഏറ്റവും കൂടുതൽ മൗണ്ടെയിൻസ് ആണ് അല്ലേ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മണ്ണായിട്ട് നമുക്ക് എന്തിനെ പറയാം? മൗണ്ടെയിൻ സോയിൽ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് കൂടാണ്ട് എന്തൊക്കെയുണ്ട്? മൗണ്ടെയിൻ സോയിൽ ആൻഡ് ഫോറസ്റ്റ് സോയിൽ ആർ കോമൺലി ഫൗണ്ട് ഇൻ ദി ഹിമാലയൻ റീജൻ. ഹിമാലയ പർവ്വത ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണാണ് മൗണ്ടെയിൻ സോയിൽ, പർവ്വത മണ്ണ്. അതേപോലെ തന്നെ ഫോറസ്റ്റ് സോയിൽ, വനമണ്ണ്. അപ്പൊ പർവ്വത മണ്ണും വനമണ്ണും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രദേശമാണിത്. The texture and particle size of the soil vary according to the mountain's environment. അല്ലെ, ആ പ്രദേശത്തിന്റെ
പരിസ്ഥിതി അനുസരിച്ച് എന്താണ് ഇതിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസ് അല്ലെ, അതായത് വലിയ തരിയാണോ ചെറിയ തരിയാണോ എന്നുള്ളതൊക്കെ അവിടുത്തെ പ്രദേശത്തിനെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്തിട്ടുണ്ടാകും, വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടാകും. നോക്കിയേ, ഫൈൻ ഗ്രൈൻഡ് സോയിൽ വിത്ത് ഹൈ ഹ്യൂമസ് കണ്ടന്റ് ഈസ് ഫൗണ്ട് ഇൻ ദ വാലീസ്. വാലീസിൽ എങ്ങനെയാണ്, ഫൈൻ ഗ്രൈൻഡ് സോയിൽ, നന്നായിട്ട് പൊടിഞ്ഞ മണ്ണ് വിത്ത് ഹൈ ഹ്യൂമസ്, നല്ല ജൈവാംശം അടങ്ങിയിട്ടുള്ള മണ്ണായിരിക്കും ഈ വാലീസിലൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മറ്റൊരു സ്ഥലത്ത്, അതായത് നമ്മുടെ ഹയർ സ്ലോപ്സിലൊക്കെ കാണാൻ നമുക്കറിയാം അല്ലെ, പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള മണ്ണുകളുടെ എണ്ണത്തിന്റെ അല്ലെങ്കിൽ തരികളുടെ എന്തായിരിക്കും, വലിപ്പം കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഈ വലിപ്പം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവിടുത്തെ ഹ്യൂമസ് അല്ലെങ്കിൽ ജൈവാംശത്തിന്റെ അളവ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വലിപ്പം കൂടിയ മണ്ണിനങ്ങളും വലിപ്പം കുറഞ്ഞ് നല്ല ജൈവാംശമുള്ള മണ്ണിനങ്ങളും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് അല്ലെ, ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിൽ കാണാം. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് അല്ലെ, നോക്കിയേ, അലോവേൽ ഡിപ്പോസിറ്റ്സ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ ദ വാലീസ്. ഈ താഴ്വര പ്രദേശങ്ങളിലെ ചില ഭാഗങ്ങളിൽ നമുക്ക് അലൂവിയൽ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നോക്കിയേ, കരേവാസ്, വെരി ഇമ്പോർട്ടൻറ്റ്. കരേവാസ് ആർ എ ഗ്ലേഷ്യൽ ഡിപ്പോസിറ്റ്സ് ഫൗണ്ട് ഇൻ ദ കാശ്മീർ വാലി. ഈ കാശ്മീർ താഴ്വരകളിൽ അവിടുത്തെ ഹിമാനികളാൽ അല്ലെ, ഹിമാനികളുടെ ഡിപ്പോസിഷനിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് ഏത്, കരേവാസ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ, ഹ്യൂമസ് റിച്ച് അല്ലെ, ഫൈൻ സോയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സഫോൺ കൾട്ടിവേഷൻ, കുങ്കുമപ്പൂ കൃഷി ചെയ്യാനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ കരേവാസ് പോലുള്ള മണ്ണിനങ്ങൾ നമുക്ക് ഇവിടെ കാണാനാ പറയുന്നത്, ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അല്ലെ, നേർത്ത കണങ്ങളുള്ളതും ജൈവാംശം കൂടുതലായിട്ടുള്ള മണ്ണ്, അതേപോലെ തന്നെ വലിയ കണങ്ങളുള്ളതും ജൈവാംശം കുറഞ്ഞതുമായിട്ടുള്ള മണ്ണുകളുണ്ട്. അത് വാലീസിലും അതേപോലെ തന്നെ മൗണ്ടെയിൻസിലും അല്ലെ, പർവ്വതങ്ങളുടെ മുകൾ ഭാഗങ്ങളിലും കാണാം. കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന അല്ലെ കരേവാസ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ താഴ്വരകളിൽ അലൂവിയൽ ഡിപ്പോസിഷനും എക്കൽ മണ്ണും കാണപ്പെടുന്നുണ്ട് എന്ന് എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടുത്തെ വൈൽഡ് ലൈഫ് അല്ലെ, ഇവിടെ നമുക്കറിയാം കാടുകളുണ്ട്, അതേപോലെ തന്നെ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുമാണ്. അപ്പം ഇവിടെ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ്, വന്യജീവികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ദി ഹിമാലയൻ റീജൻ ഈസ് എ നാച്ചുറൽ ഹാബിറ്റേറ്റ് ഫോർ മെനി വൈൽഡ് അനിമൽസ് സച്ച് ആസ് യാക്, മസ്ക് ഡിയർ, അതേപോലെ തന്നെ വൺ ഹോൺ റൈനോസർ ആൻഡ് സ്നോ ലിപ്പേർഡ്. നമ്മൾ പറയില്ലേ ഹിമപ്പുലി, അതേപോലെ തന്നെ എന്താ പറയുക അല്ലേ, നമ്മുടെ കസ്തൂരിമാൻ അല്ലേ, യാക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് വന്യജീവികളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയിൻ റീജൻ. Biosphere reserves, national parks and wildlife sanctuaries have been established for the protection of wildlife in this region. കാണപ്പെടുന്ന ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയോദ്യാനങ്ങൾ, ബയോസ്ഫിയർ റിസർവുകളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ടൂറിസം. അത് പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ ടൂർ പോണോ, എവിടെ പോകണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ എടുത്ത് പറയുന്നതാണ് അല്ലേ, കുളു മണാലി പോവാം അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കാശ്മീർ. ടൂറിസം ഇൻ ഹിമാലയൻ റീജൻ ബിഗാൻ വിത്ത് പിലിഗ്രിമേജ് ട്രാവൽസ്. ആദ്യകാലങ്ങളിൽ ഹിമാലയം അല്ലേ എന്ന് പറയുമ്പോൾ തന്നെ തപസ്സിരിക്കാൻ പോകണം, അവിടുത്തെ അല്ലേ അമ്പലങ്ങൾ സന്ദർശിക്കണം, ഇങ്ങനെയായിരുന്നു ചിന്ത. എന്നാൽ പിന്നെ അത് ഒരുപാട് ചേഞ്ചസ് ആയി. പിന്നെ എങ്ങനെയാ, ഒരുപാട് അല്ലെ നല്ല രീതിയിലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള കുളു മണാലി അല്ലെ, ഷിംല, ഡാർജിലിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങി. പണ്ട് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേദാർനാഥ്, ബദരീനാഥ്, മാനസരോവർ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോയി ദൈവങ്ങളെയൊക്കെ തൊഴുത് തിരിച്ച് ഭക്തിയോടുകൂടി പോരുക, ആ ഒരു രീതിയിലായിരുന്നു ആദ്യകാലങ്ങളിലെല്ലാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചില്ല് ചെയ്യാനും അല്ലെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് ആഗ്രഹിച്ചു പോകുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് എന്തായി മാറി, നമ്മുടെ ഹിമാലയ പ്രദേശമായിട്ട് മാറി. ഇനി അവിടുത്തെ അഗ്രികൾച്ചറാണ്. എന്താണ് പ്രധാനമായിട്ട് അവർ ചെയ്യാൻ പറ്റുന്ന കൃഷികൾ? Agriculture is limited in the Himalayan region due to the rugged terrain. Farmers practice terraced farming on mountain slopes.
നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വെട്ടിക്കിളച്ചിട്ടുള്ള കൃഷി രീതി ഒന്നും നമുക്ക് എവിടെ ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പർവ്വത പ്രദേശങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു രീതിയിലുള്ള കൾട്ടിവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറൈസ്ഡ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തട്ടുകളായിട്ടുള്ള കൃഷി രീതി. നിങ്ങൾ മൂന്നാർ അല്ലേ, വയനാടൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഏകദേശം ഇങ്ങനെ പടി പോലെ നമ്മൾ ഇങ്ങനെ തേയിലയൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കൾട്ടിവേഷനാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എന്തായിട്ടുള്ളത്, അനുയോജ്യമായിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? പാഡി അല്ലേ, ലെഗുംസ്, പൊട്ടറ്റോസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഡ്യൂറിങ് സ്പ്രിങ്സ് വിന്റർ ക്രോപ്സ് ലൈക്ക് വീറ്റ് ആൻഡ് ടെമ്പറേച്ചർ അല്ലേ, പിന്നെന്താ ഫ്രൂട്ട്സ് ആർ ഗ്രോൺ. ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് എന്താണ് വ്യത്യാസം വരുന്ന അനുസരിച്ച് നമുക്ക് എന്തും കൾട്ടിവേറ്റ് ചെയ്യാം, ഫ്രൂട്ട്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാം. പക്ഷേ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. Tea is a major crop on the slope and valleys of the eastern Himalaya. കിഴക്കൻ ഹിമാലയത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്രോപ്പാണ് നമ്മളിപ്പോൾ പറഞ്ഞ ടീ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ. കാരണം എന്താ, നല്ല രീതിയിൽ നമുക്ക് തട്ടുകളായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത്രയും പ്രത്യേകതകളൊക്കെയാണ് ഈ ടെറൈസ്ഡ് കൾട്ടിവേഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട്. അതായത് അഗ്രികൾച്ചർ ഉത്തരപർവ്വത മേഖലയിൽ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിൽ അഗ്രികൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യത്തെ ഇമ്പോർട്ടൻസ് ടെറൈസ്ഡ് കൾട്ടിവേഷൻ ആയിരിക്കണം. തട്ടുകളായിട്ടുള്ള കൾട്ടിവേഷൻ ആയിരിക്കും അവരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. യെസ്. അടുത്തത് അനിമൽ റെയറിങ്, മൃഗപരിപാലനം. മൃഗങ്ങളെ പരിപാലിക്കും. നമുക്കറിയാം അല്ലേ, നല്ല കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനിമൽ റെയറിങ്, മൃഗപരിപാലനം ഈ പ്രദേശങ്ങളിൽ എങ്ങനെയാണ്? Animal rearing, goats and cattle are kept in the valleys, whereas sheep and horse are reared in the mountain slope. അല്ലെ, താഴ്വരകളിൽ ആട്, പശു തുടങ്ങിയ മൃഗങ്ങളുണ്ട്. എന്നാൽ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിലാണെങ്കിൽ ചെമ്മരിയാട്, കുതിര തുടങ്ങിയ മൃഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, വളർത്തുന്നുണ്ട്. ചെമ്മരിയാടിനെ എന്തായാലും വളർത്തും. കാരണം എന്താ, നല്ല രീതിയിൽ നമുക്ക് അല്ലെ പുതപ്പ് നിർമ്മാണത്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ചെമ്മരിയാടിൻ്റെ രോമം. അപ്പം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കട്ടിയുള്ള രോമങ്ങളുള്ള മൃഗങ്ങളുടെ ആ ഒരു വളർച്ച അവിടെ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അവർ നല്ല രീതിയിൽ മൃഗങ്ങളെ പരിപാലിക്കും. കാരണം അവരിൽ നിന്ന് അത് എന്ത് ചെയ്യേണ്ടതാണ്, എടുക്കേണ്ടതാണ്. At the extremely cold regions, Himachal and Ladakh, can resist severe cold such as yak are reared. അല്ലേ, മറ്റൊരു പ്രത്യേകത നോക്കിയേ, ശൈത്യമേഖലകളായ ഹിമാചൽ, ലഡാക്ക് പ്രദേശങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന യാക്ക് പോലെയുള്ള മൃഗങ്ങളെയും വളർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്ത് ആർ ദ സ്പ്രെഡ് ട്രൈബ്സ് who lives in the mountain meadows, means എന്താ, പുൽമേടുകൾ ഓഫ് വെസ്റ്റേൺ ഹിമാലയ. നോക്കി, പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ആട്ടിടയൻ അല്ലെങ്കിൽ ആ ഒരു ഗോത്ര വിഭാഗക്കാരെ വിളിക്കുന്ന പേരാണ് ഗുജറാസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ഗുജറസ് അല്ലെങ്കിൽ ഗുജേഴ്സ് എന്ന പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഒരു ഭാഗം അല്ലേ, എന്താണ്, ആട്ടിടയന്മാർ അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാർ. അവരിങ്ങനെ നൊമാഡിക് ലൈഫാണ്, ഇങ്ങനെ നമ്മൾ പറയില്ല ഇടയ ജീവിതം നയിക്കുകയാണ്. കുറച്ച് നാളുകൾ ഇങ്ങനെ ആടുകളെയും മാടുകളെയൊക്കെ മേയിച്ച് നടക്കുന്ന ഒരു വിഭാഗക്കാരെ നമുക്ക് എവിടെ കാണാം, ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ ഹിമാലയത്തിൻ്റെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ക്ലൈമറ്റ് മുതൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പോകാൻ പറ്റും. കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന് മുൻപിലുള്ള ഭാഗങ്ങളെല്ലാം. ക്ലാസിഫിക്കേഷൻ അത് 2 ക്ലാസിഫിക്കേഷനും മാറിപ്പോവാതെ തന്നെ പഠിക്കണം. ഒന്ന് മലനിരകളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അവിടെയുള്ള റീജനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനും. അപ്പം ഇങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നല്ല രീതിയിൽ മക്കൾക്ക് പഠിക്കാനുള്ളത്. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കുക.